ഹലോ, ഈ ലോങ് വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന്. അതെ, ഇന്നൊരു വെക്കേഷൻ ട്രിപ്പാണേ. ഈ 2 മാസത്തെ വെക്കേഷൻ ടൈം നമുക്കിനി ഒമാനിലേക്ക് സ്പെൻഡ് ചെയ്യാം. പോകുന്നത് ഞാനും അല്ലും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ലഗേജസ് ഒന്നും എടുക്കുന്നില്ല. പിന്നെ അത്യാവശ്യം വേണ്ട ഡ്രസ്സും മെഡിസിൻസും ബാക്കി ആക്സസറീസും ഒക്കെ ആയിട്ട് ഒരു 20 kg അകത്ത് വരുന്നുള്ളൂ. അതാണ് ഈ ട്രോളിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലൻസ് വീട്ടിൽ കുറച്ച് വീട്ടു സാധനങ്ങളും സ്നാക്സും ഒക്കെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിലൊക്കെ വരുന്ന ഓയിലും പിന്നെ അച്ചാറൊക്കെ ലീക്ക് ആവുകയാണെങ്കിൽ ഡ്രസ്സിലൊക്കെ ആകും. അതുകൊണ്ടാണ് അതൊക്കെ ഒരു സെപ്പറേറ്റ് കാർഡ്ബോർഡ് പാക്ക് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങ് പറയുന്നതേ ഉള്ളൂ. രാവിലെ 8:35 ഒമാൻ എയറിലാണ് പോകുന്ന ഫ്ലൈറ്റ്. ഇപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആകാതെ ചെക്ക് ഇൻ ചെയ്യണം. വീട്ടിൽ നിന്നൊരു 30 മിനിറ്റ് വരുന്നുള്ളൂ എയർപോർട്ടിൽ. സോ 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇരുട്ടെല്ലാം മാറി നേരമെല്ലാം നല്ല വെട്ടം വീണിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദൂരം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്താൻ കഴിയും. പക്ഷേ ചില ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരുപാട് മണിക്കൂറൊക്കെ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ചില ഫാമിലീസൊക്കെ പറയാറുണ്ട് അവരൊക്കെ ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല ടയേർഡാകുമെന്ന്. ഫസ്റ്റ് ബാഗേജ് ചെക്കിങ്ങിലോട്ട് വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കുറച്ച് ദൂരത്തു നിന്ന് വരുന്നവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെ തിരക്ക് വരുന്നത്. ഒരു 10-20 മിനിറ്റ് ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നെ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ എയർപോർട്ടിനകത്ത് പബ്ലിക്കായിട്ട് വീഡിയോസ് എടുക്കുന്നത്. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നവരോട് അവർ യോജിക്കില്ല. എന്തായാലും അവർ പറയുവാണെങ്കിൽ മാറ്റാം എന്ന് വിചാരിച്ചാൽ ഞാൻ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ലഗേജ് എല്ലാം ക്ലിയർ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടി ഒരു 10 മിനിറ്റ് താഴെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എമിഗ്രേഷൻ പ്രോസസ്സിൻ്റെ അവിടെ ക്രൗഡ് ആകാതിരിക്കാനാണ്. ആ 10 മിനിറ്റിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയി. അവിടെ എത്തി എമിഗ്രേഷനും ബോഡി ചെക്കിങ്ങും പിന്നെ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് ഇലക്ട്രോണിക്സ് എല്ലാം ചെക്ക് ചെയ്യാനൊരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഗേറ്റ് നമ്പർ 2-ലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഏകദേശം 1 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ് കയറാൻ. കഴിഞ്ഞ ദിവസം അല്ലുനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രോയിങ് ബുക്ക്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പേജിൽ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അകത്തുള്ള റെയിൻബോ കളർ കാണാൻ പറ്റും. ഇതുവരെ യൂസ് ചെയ്യാതെ ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ശല്യമൊന്നും ഇല്ലാതെ രാവിലെ അതിൽ തന്നെ ജോലി തുടങ്ങി. ഒന്ന് വാഷ്റൂം പോയി വന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റ് കയറാനുള്ള സീറ്റ് നമ്പർ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഈ സീറ്റ് നമ്പർ ഓർഡർ അനുസരിച്ച് ഓരോരുത്തർ ഇടകത്തേക്ക് പോകാൻ തുടങ്ങും. ശരിക്കും ഇന്നലെ വരെ എനിക്ക് ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു കേട്ടോ. ബിക്കോസ് ലഗേജിൻ്റെയൊക്കെ വെയിറ്റ് ആലോചിച്ചിട്ട് ചെറിയൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഈ നിമിഷം നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. പല ഓർമ്മകളും ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. കുഞ്ഞിലൊക്കെ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു പോകുമ്പോൾ വലിയൊരു കൗതുകത്തോടെ ഞാൻ നോക്കി നിൽക്കും, എന്തോ ഒരു മയിലൊക്കെ പോകുന്ന സന്തോഷത്തിൽ. പക്ഷേ അതൊന്നും ഒരിക്കൽ പോലും കയറണമെന്നോ അങ്ങനത്തെ ഒരു ആഗ്രഹമോ ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. അതിനുള്ളൊരു ബുദ്ധിയും വന്നിട്ടില്ലായിരുന്നു ആ പ്രായത്തിൽ. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് സുബിന ഹജ്ജിന് പോയിട്ട് വന്ന് ഒരു വിശേഷങ്ങൾ പറയുമായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയതും മേഘങ്ങൾക്കിടയിലൂടെ പോയതും ഒക്കെ. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു, ഞങ്ങളെല്ലാവരും വായും തുറന്ന് കേട്ടിരുന്നത്. അന്ന് തൊട്ട് മനസ്സിൻ്റെ എവിടെയോ ഒരു മോഹം വന്നു. പിന്നെയും ചിന്തിച്ചു നടക്കാത്ത കാര്യത്തിൽ കുറച്ച് വെറുതെ സമയം കളയുന്നത് എന്തിനാണ്. പക്ഷെ ശരിക്കും അതൊരു ലക്ഷ്യവും സ്വപ്നമൊക്കെ ആയത് വിവാഹത്തിന് ശേഷമാണ് കേട്ടോ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സന്തോഷവും ആകാംക്ഷയായിട്ട് നിൽക്കുന്ന എന്നെ തന്നെ ഞാൻ ഓർക്കുകയാണിപ്പോൾ. ഇതിപ്പോൾ എൻ്റെ അല്ലുവിൻ്റെയും 10ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണിന്ന്. ഈശ്വരനോട് അത്രയും നന്ദി പറയാനുണ്ട്, ഒപ്പം ഞങ്ങളുടെ പ്രവാസിക്കും. അതുകൊണ്ടാണ് ഇതൊരു വ്ളോഗ് ആക്കാമെന്നും വിചാരിച്ചത്. ഓക്കെ, താങ്ക് യു. എന്നാൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, സ്വപ്നം കാണുക. ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ തന്നെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ എയറിലാക്കുന്നുണ്ടല്ലേ. ശരി, ഇനി വിശേഷങ്ങളിലോട്ട് പോവാം. ഇന്നിപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് ഞങ്ങൾ. കാരണം ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. അല്ലോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നോട് ചോദിക്കുക, അമ്മ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന്. ആദ്യം അത് എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് ആ നഗ്നസത്യം ഞാനും അറിയുന്നത്. ഈ സീറ്റിലൊന്നും TV ഇല്ല. അതായത് ഇതിനു മുന്നേ കയറിയ ഒമാൻ എയറിലെല്ലാം നമുക്കൊരു പാഡ് സെറ്റ് ചെയ്തിരിക്കും. നമുക്കിഷ്ടമുള്ള ലാംഗ്വേജിൽ മൂവി, കാർട്ടൂൺ, പിന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ മാപ്പും അറിയാൻ പറ്റും. ബട്ട് ഇതിലത് ഉണ്ടായിരുന്നില്ല. ടേക്ക് ഓഫ് ചെയ്യാൻ ടൈം ആകുമ്പോൾ തന്നെ അവർ നമ്മളോട് ബെൽറ്റൊക്കെ ഇട്ട് സേഫായിട്ടിരിക്കാൻ പറയും. കാരണം അത്രയും സ്പീഡിലാണ് ഗ്രൗണ്ടിലൂടെ ഫ്ലൈ ചെയ്യുന്ന മുന്നേ പോകുന്നത്. പിന്നീട് കാണുന്ന ഈ ഒരു വ്യൂ ശരിക്കും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ ചെറിയ വാക്കുകൾ കൊണ്ടൊന്നും മനസ്സിലാക്കുന്നതിലും വലുതാണത്.
ടേക്ക് ഓഫിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് 3-4 മണിക്കൂർ വരെ ഇത് തന്നെയാണ് കാഴ്ച. എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഈ പ്രപഞ്ചം എത്രത്തോളമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് തോന്നിപ്പോവും. പക്ഷേ ഇവിടെ ഒരാൾക്ക് ഇതൊന്നും മൈൻഡില്ല. ബുക്കിലാണ് ഇപ്പോഴും ഫുൾ കോൺസെൻട്രേഷൻ. അതങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് കിട്ടിയാൽ പിന്നെ അടുത്ത 1-2 ദിവസം അത് മാത്രം മതി. ചെറുതായിട്ട് വിശപ്പടിക്കാൻ തുടങ്ങിയപ്പോൾ ഫുഡ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് മീൽസ് ഇല്ലായിരുന്നു. മുമ്പ് കിട്ടിയ എല്ലാ ഫെസിലിറ്റിയും ഇപ്പോഴും കാണുമെന്ന് എൻ്റെ അന്ധമായ വിശ്വാസം കാരണം വേറെ ഫുഡും എടുത്തിട്ടില്ല. ബാക്കി സമയം എങ്ങനെ തള്ളി നീക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുപാട് ലേറ്റ് ആക്കാതെ സ്നാക്സ് വരുന്നതുണ്ടത്. ആദ്യം ഇത് പെയ്ഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും അല്ല, ഇത് നമുക്ക് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് കോഫി, ബിസ്ക്കറ്റ്, പിന്നെ ഒരു ചിക്കൻ റോൾ. ഇതിലെ കോഫി നമ്മൾ തന്നെ മേക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിന് പകരം നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. തൽക്കാലം അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉറങ്ങാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് നോക്കിയപ്പോൾ ആകാശാല ഇരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് അത്ര നല്ലതല്ല, മഴയാണ്. ആ ഒരു കാർമേഘം നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് മാറി ഇത്തിരി കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ ഒമാനിലെ ബോർഡർ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. മുമ്പിട്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മലകൾ കൊണ്ട് ചുറ്റും നിറഞ്ഞിരിക്കുന്നതാണ് ഈ രാജ്യമെന്ന്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത്. ഈ കൂറ്റൻ മലകൾക്കിടയിലും ചെറുതായിട്ട് എവിടേക്കോ ചില കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരിക്കൽ ബാക്കി വെച്ചിട്ട് പോയി എന്തൊക്കെയോ വീണ്ടും തിരിച്ച് കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷം, കുറച്ച് കൂട്ടുകാരും പിന്നെ കുറേ ഓർമ്മകളും, അങ്ങനെ എന്തൊക്കെയോ. ഇനി ഇതാ ലാൻഡിങ് ആകാറായിട്ടുണ്ട്. നമ്മുടെ ഒമാൻ സീബ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ആവുന്നുള്ളൂ നമ്മൾ താമസിക്കുന്ന വീട്ടിലെത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ലാൻഡിങ് ആയിട്ട് വിളിക്കുമ്പോൾ ഗിരീഷേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ എമിഗ്രേഷനും ബാഗേജ് ക്ലെയിംസൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ വെയിറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ എയർപോർട്ട് ഫീ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ലാൻഡിങ് ഉണ്ടല്ലോ, നമുക്ക് ടേക്ക് ഓഫിനെ കാട്ടി ചെറുതായിട്ട് പേടി തോന്നും. കാരണം അത്രയും സമയം നമുക്ക് തോന്നും ഫ്ലൈറ്റ് വളരെ സ്ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. പെട്ടെന്ന് നല്ല സ്പീഡ് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് മൊത്തത്തിലൊന്ന് ഷേക്കാവും. ആ ഒരു ലാൻഡിങ് ടൈം ആകുമ്പോൾ ചിലർക്കൊക്കെ നന്നായിട്ട് ചെവി വേദനിക്കാൻ തുടങ്ങി. എനിക്കിതിന് മുന്നേ വരുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മളൊരു ലോ പ്രഷറിൽ നിന്നിട്ട് പെട്ടെന്ന് ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രഷർ വേരിയേഷൻ കാരണമാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതല്ല ഇതിൻ്റെ ശരിയായിട്ടുള്ള റീസണെങ്കിൽ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ നേരെ പോകുന്നത് എമിഗ്രേഷൻ പ്രോസസ്സും വിസ ചെക്കിങ്ങിനൊക്കെ ആയിട്ടാണ്. നാട്ടിലേക്കാളും കുറച്ച് ലോങ് ആണ് ഇവിടുത്തെ എയർപോർട്ട്. അതുകൊണ്ട് ഇത്തിരി ദൂരം നമുക്ക് നടക്കേണ്ടി വരും. ഇപ്പോൾ എമിഗ്രേഷന് വേണ്ടി നിൽക്കുവാണ്. ഇന്നിപ്പോൾ ഒട്ടും തന്നെ തിരക്കില്ല. ഇനി തിരക്കാണെങ്കിലും കുട്ടികൾക്കും ലേഡീസിനും ഇവർ പ്രത്യേകം പ്രയോറിറ്റി കൊടുക്കും. ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ മുമ്പിലോട്ട് വിടും. ഇനി അടുത്ത ലഗേജ് കളക്ട് ചെയ്യണം. അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. നമ്മൾ എത്തുന്നത് വരെയും ലഗേജ് വന്നിട്ടില്ലായിരുന്നു. പിന്നീടാണ് കളക്ട് ചെയ്തത്. ഇല്ലെങ്കിൽ ഇതിലൂടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഈ ട്രോളി മൊത്തത്തിൽ അല്ലു തന്നെ മാനേജ് ചെയ്തോളാം, ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യേണ്ട എന്നും പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ ഇതുകൊണ്ട് വേറെ ആരെങ്കിലും തള്ളിയിട്ടാലോ എന്ന് നല്ല ഡൗട്ട് കാരണം ഞാനത് തിരിച്ചു മേടിച്ചു. പിന്നീട് അച്ഛനെ കണ്ടതും ഇതെല്ലാം ഇട്ടിട്ട് ഓടി വിശേഷം പറയാൻ അങ്ങ് തുടങ്ങി. ഇനി പറയുന്നത് മുതൽ വിശേഷമായിരിക്കില്ല, കുറച്ച് കംപ്ലയിൻറ്റ്സ് ആണ്. അമ്മ അത് വാങ്ങി തന്നിട്ടില്ല, ഇത് വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കെല്ലാം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് ഇവിടുത്തെ നമ്മുടെ വിശേഷങ്ങളും യാത്രകളും ഒക്കെ കാണിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.